7 ദിവസം കഴിഞ്ഞിട്ട് ഞാനതൊന്ന് തുറന്നു നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താ പറയാ, എൻ്റെ അമ്മോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ മുകളിൽ മുഴുവനായിട്ട്. അപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് അടച്ചു വെച്ചാണ്, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് എന്താന്ന് കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിക്ക് എന്താണ് സംഭവിച്ചത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹലോ ആൻഡ് മീ. എൻ്റെ പേര് അപർണ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കാന്ന് എനിക്കറിയാം. കാര്യം ഒരാഴ്ച മുൻപ് ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അതായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മുടിയുള്ള സ്ത്രീകളാണ് യാവൂ സ്ത്രീകൾ, അല്ലെ? അവരുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ട് എന്താണ് വന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് എന്താണ് സംഭവിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു, ചേച്ചി അത് നിങ്ങൾ വെറുതെ ഏറ്റെടുക്കണ്ട, കാര്യം നമുക്ക് അറിയില്ലല്ലോ റിസൾട്ട് എന്താന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പ്രിക്വേഷൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ പ്രിക്വേഷൻ എന്താണെന്നും, പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഓരോ ടിപ്സ് ആണെങ്കിലും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഓരോ ടിപ്സും പണ്ടുള്ള ആളുകൾ യൂസ് ചെയ്ത് വിജയിച്ച കാര്യമായിരിക്കും, അല്ലെ? അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങി അതിനുള്ള പ്രിക്വേഷൻസ് എടുത്ത് ചെയ്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമോ എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതായിരുന്നു ഈ ഒരു ചലഞ്ചിന്റെ ലക്ഷ്യം. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യിക്കണ്ട, അല്ലെ? പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനടുത്തൊരു കുട്ടി ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ടേ കാണാൻ പറ്റൂ. ആരെങ്കിലും നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, കാര്യം അതായത് യാവൂ സ്ത്രീകൾ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് പോയിട്ട് കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ, നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മളിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യേണ്ട, ഞാൻ യൂസ് ചെയ്ത് എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഞ്ഞിവെള്ളം, കുറച്ച് പേരൊക്കെ പറഞ്ഞ കഞ്ഞിവെള്ളം അല്ല കാടിവെള്ളമാണെന്ന്. ഓക്കെ, എന്താണെങ്കിലും ആ ഒരു വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നത്, അരി കഴുകിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് നിങ്ങൾ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടോളൂ. ഞാനത് ആദ്യം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അത് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു 7 ദിവസത്തിന് ശേഷം യൂസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഞാൻ 2 തവണ യൂസ് ചെയ്തു. 2 തവണ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഡിഫറൻസ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുൻപ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരിക, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചസ് ആണ്. കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് 37 ഇഞ്ചസ് ആണ്. ഞാൻ കറക്റ്റ് ഒന്ന് ടാപ്പ് വെച്ച് അളന്ന് നോക്കി. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എനിക്ക് ആ ഒരു ലെവലാണ് താല്പര്യം. അതിന് കൂടുതൽ മുടി നീണ്ടു വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യാറാണ്. മാക്സിമം ഞാനൊരു 40 ഇഞ്ച് വരെ മുടി വളർത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം മുൻപ് പിന്നെ ഞാനത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ആ ഒരു ലെവല് അത്രത്തോളമാണ്. അതുകൊണ്ട് ഞാൻ 37 ഇഞ്ചസ് ആണ് കൂടുതലായിട്ട് വെക്കാറ്. ചിലപ്പോൾ ഒരു 1-2 ഇഞ്ചസ് അവിടേക്ക് ഇവിടേക്ക് മാറിയെന്ന് വരും, അത്ര മാത്രം. അല്ലാതെ എൻ്റെ ഒരു എക്സാക്ട് ഇഞ്ച് എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ആ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരൂ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ തരാവേ. ഹലോ, അപ്പോൾ നമ്മുടെ ഈ ഒരു, അതായത് യാവൂ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന കഞ്ഞിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നേക്ക് 3ാമത്തെ ദിവസം. 2 ദിവസം കഴിഞ്ഞു, ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചൊന്ന് എടുത്തു വെച്ചതാണ്. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണ്, സ്മെൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്നറിയാൻ ഞാനും എക്സൈറ്റഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സ്മെൽ എന്താണെന്ന് അറിയാനാണ് കൂടുതലായിട്ട് എക്സൈറ്റഡ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഞാൻ അന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാണ്, ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടേ. ആഹാ, ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഞാനൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്കൊന്ന് നോക്കേ, കണ്ടോ?
അതായത് നമ്മുടെ നാരങ്ങയും നമ്മുടെ കഞ്ഞിവെള്ളമല്ല കാടിവെള്ളം എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്മെല്ല് ചെയ്തിട്ട് പറഞ്ഞുതരാവേ. എൻ്റെ അമ്മോ, സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്, ഒട്ടും സുഖമില്ലാത്ത സ്മെല്ലാണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ 3 ദിവസം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്മെല്ല്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രിക്വേഷൻസ് എടുക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് എനിക്ക് മാച്ച് ആണെങ്കിൽ മാത്രം ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പറഞ്ഞോട്ടെ, ഇന്നത്തെ അപ്ഡേറ്റ് നോക്കിയിട്ട് മാത്രം ഞാൻ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യുള്ളൂ. കാര്യം നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു നമുക്കതായത് നമുക്കുള്ള മുടി നമ്മൾ എന്തായാലും നശിപ്പിക്കാൻ നോക്കൂല, അത് ഉറപ്പാണ്. മുടിയെ സ്നേഹിക്കുന്ന ആരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരാഴ്ചത്തെ ചെയ്യും. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് അരിച്ചെടുക്കാവേ, എന്നിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് തരാവേ, എന്തൊക്കെയാണ് സംഭവം എന്ന്. ഓക്കെ, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ, അതായത് ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു യെല്ലോയിഷും അല്ല, ഒരു എന്താ പറയുക, ഒരു വൈറ്റും അല്ല, അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. എന്നാലും ഏകദേശം ഒരു വൈറ്റ് തന്നെയാണ്, എന്നാലും ഒരു യെല്ലോ അല്ല. ഇതാണ് നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരില്ല, കാര്യം എനിക്കറിയാൻ പറ്റില്ലല്ലോ, ഇന്ന് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ 2ൻ്റെ കൂടെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് പോയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വേഷം കണ്ടിട്ട് ആരും പേടിക്കണ്ടേ, ഉറങ്ങി എണീറ്റ് വന്നിരിക്കുന്ന വേഷത്തിലാണ്. കാര്യം നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി വേഷം പോയി ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാനോ ഒന്നും ക്ഷമയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഹെയർ ഓയിൽ ചെറുതായിട്ടൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ചെറിയ രീതിയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടിയെല്ലാം ഡീടാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റാണ്. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം സ്കാൽപ്പിൽ ഒന്ന് ചെയ്യട്ടെ, പിന്നെ ഞാൻ ഹെയർ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, സ്കാൽപ്പിൽ ചെയ്തിട്ട് ചെറുതായിട്ട് ഹെയർ ലെങ്ത്തിൽ ചെയ്യുന്നു. ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാവേ. അപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്ന് അടച്ചു വെച്ചാണ്, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൽ നിറയെ, അതായത് വൈറ്റ് ഒരു പൊടി പോലെ സംഭവം പൊന്തി കിടക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറും കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു ബാഡ് സ്മെല്ല് പോലെ വരുന്നുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്മെല്ലാണ്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഒരു വെള്ളപ്പൊടി പോലെ, അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കുത്തു പോലെ പൊന്തി കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെ ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റ് യെല്ലോയിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിട്രസ് ഫ്രൂട്ടായിട്ടുള്ള ഓറഞ്ച് നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാദ്യം ഒന്ന് അരിച്ചെടുത്തോട്ടെ, അപ്പം അറിയാം എന്താ അതിൻ്റെ മുകളിൽ പൊന്തി കിടക്കുന്ന സംഭവം എന്ന്. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിതൊന്ന് അരിച്ചെടുത്തോട്ടെ. അപ്പം ഞാനിത് അരിച്ചെടുത്തു. എന്നിട്ട് പോലും കണ്ടോ ഇതിൽ ആ ഒരു വൈറ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു പൊങ്ങി കിടക്കുന്ന ഒരു പൊടി പോലെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാൻ പോവുകയാണ്. അരിച്ച് വെച്ച വെള്ളം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാനതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്മെല്ല് പറഞ്ഞതുപോലെ തന്നെ ബാഡ് സ്മെല്ലാണ് വരുന്നത്. ഇതിന് എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇന്നല്ല തരിക, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് പോയി യൂസ് ചെയ്യാം. ആദ്യം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഇഴഞ്ഞിഴഞ്ഞ് കളിക്കുന്നത് ചെറിയ വൈറ്റ് പുഴുവാണ്. അതായത് ഞാനിതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകാൻ എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും അവരുടെ ആ ഒരു മെത്തേഡ്. നമുക്കറിയില്ലല്ലോ എക്സാക്റ്റ് എന്താണ്, പ്രത്യേകിച്ച് ചൈന കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇതാണോ അതിൻ്റെ രഹസ്യം എന്നും കൂടെ അറിയാൻ പറ്റില്ല. ഇത് കണ്ടതോടുകൂടി ഞാൻ ശരിക്കും ചടച്ചു പോയി. നമ്മളൊന്നും ഇതുവരെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ അരിച്ചെടുത്തതുകൊണ്ട് എൻ്റെ തലയിൽ ഒരു പുഴുവും പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. 2 ദിവസം, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തു, പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്തു. അതാണ് നിങ്ങളിപ്പം കണ്ടിട്ട് വന്നത്. ഇനി ഞാൻ അതിനുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തരാം, എന്താണ് എൻ്റെ മുടിക്ക് സംഭവിച്ചതെന്ന്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസം ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോ ദിവസം ഞാൻ അങ്ങനെ തള്ളി നീക്കായിരുന്നു എന്ന് പറയാം. അപ്പോൾ 3ാമത്തെ ദിവസം ആയപ്പോൾ എണീറ്റ് വന്ന് ഫസ്റ്റ് ഞാൻ പോയത് നമ്മുടെ ഇതിനുള്ള ആ ചേഞ്ച് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ആ ഒരു വെള്ളത്തിന്റെ മുകളിൽ ചെറുതായിട്ടൊരു വൈറ്റ് കളർ പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ആ ഒരു സിട്രസ് ഫ്രൂട്ട് ആണല്ലോ ഓറഞ്ച്, അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഊരി കിടക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചു, നിന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഹെയർ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു, സെറ്റാക്കി വെച്ചു. മനസ്സിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും പേടിയൊന്നുമില്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ ട്രൈ ചെയ്യാൻ നിന്നു. അപ്പോൾ അവിടുന്ന് അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്താൽ നമ്മൾ അതിന് മുന്നോട്ട് പോവുക, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു അപ്ലൈ ചെയ്തു. അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, 3ാമത്തെ ദിവസം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലായിരുന്നു. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു. അതായത് നമ്മുടെ എസെൻഷ്യൽ ഓയിലൊക്കെ ഈ ഒരു സിട്രസ് ഫ്രൂട്ടിലേക്ക് ചേർന്നിട്ട് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലായിരുന്നു വന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അത് അപ്ലൈ ചെയ്തു. അത് ഞാനൊരു 15 മിനിറ്റ് നേരം മുടിയിൽ പിടിപ്പിച്ച് വെച്ചു കേട്ടോ. നന്നായിട്ട് അബ്സോർബ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഹെയർ ലെങ്ത്തിൽ വളരെ കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കൂടുതലായിട്ടും സ്കാൽപ്പിലായിരുന്നു ചെയ്തത്. അപ്പോൾ 15 മിനിറ്റ് ആവാനും അമ്മ സമ്മതിക്കുന്നില്ല, നീ പോയി വാഷ് ഔട്ട് ചെയ്യുന്ന തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും 15 മിനിറ്റ് തന്നെ വെച്ചിട്ട് ഞാനത് വാഷ് ഔട്ട് ചെയ്യാൻ പോയി. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ നോർമൽ വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. ഒരുപാട് വെള്ളം യൂസ് ചെയ്തു, കാര്യം ഈ സ്മെല്ലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നന്നായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് വന്നപ്പോൾ നോർമൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് തോന്നിയത്, അല്ലാതെ പ്രത്യേകിച്ചുള്ള ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുടിയൊക്കെ നന്നായിട്ട് ഉണക്കി വെച്ചു. മുടി കോമ്പ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിക്കുന്നു മുടിയിൽ. ഞാൻ ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് പോലും ഒന്ന് ഒട്ടിപ്പിടിക്കുക, ഒരു പശപശവ് പോലെ. പിന്നെ സ്മെല്ല് അത്രത്തോളൊന്നുമില്ല, സ്മെല്ല് ഏകദേശമൊക്കെ പോയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ നന്നായിട്ട് കോമ്പൊക്കെ വെച്ച് ചീവി കൊടുത്ത് മുടി നന്നായിട്ട് ബണ്ണായിട്ട് കെട്ടി വെച്ചു. പിന്നെ ബണ്ണായിട്ട് കെട്ടി വെച്ചപ്പോൾ എനിക്ക് ടെൻഡൻസി ഇത് അഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്, കാര്യം എന്താണ് ഇനിയും മുടി ഒട്ടി പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മുടി അഴിച്ചു നോക്കിയപ്പോൾ സെയിം കാര്യം, മുടി നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, ഇങ്ങനെ കയ്യിൽ പശപശപ്പ് പോലെ നിൽക്കുക. പക്ഷെ അത് കഴിച്ചിട്ട് മുടി കൊഴിയൊന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ആയിരിക്കും, സംഭവം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യണമല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ വെച്ചു. പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ സെയിം കാര്യം, മുടി ഒട്ടിപ്പിടിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്തു, നമ്മളെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാനൊന്ന് വാഷ് ഔട്ട് ചെയ്തു. അപ്പോൾ മുടി ഓക്കെ ഈക്വലായി. പിന്നെ ഹെയർ ഫോൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നോർമലി കൊഴിയുന്ന അത്ര പോലും ഹെയർ ഒന്നും കൊഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ വിട്ടേച്ചു. പിന്നെ ഞാനിത് 7 ദിവസമാവാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ 7 ദിവസമാവാൻ വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന കാര്യം, എനിക്ക് മുടി അതായത് എൻ്റെ ആ ഒരു കംഫർട്ട് ലെവലിൽ നിൽക്കുന്നില്ല. കാര്യം എൻ്റെ മുടി നിങ്ങൾ കാണുന്നതാണല്ലോ, ഇത് നമുക്ക് അതായത് പിടിച്ചു കൊടുത്ത് നിൽക്കുന്ന മുടി എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പാണ് ഇത്. ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി മുടി ഡ്രൈ ഹെയർ ആയിരുന്നു, ഇപ്പോൾ നോർമൽ ഹെയർ ആക്കി മാറ്റിയെടുത്തതാണ്. എന്നിട്ട് പോലും എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുടി. അതായത് നമ്മളെ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിലായിരുന്നു കിടക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പൊ എൻ്റെ മനസ്സിന്റെ തോന്നലാണോ, നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് മനസ്സിന്റെ തോന്നലോണ്ടാണോ ഇങ്ങനെ തോന്നുന്നതെന്ന്. ഒരിക്കലല്ലായിരുന്നു, മുടി ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ അങ്ങനെ ഇത് 7 ദിവസം കഴിഞ്ഞു. ഓക്കെ, ഞാൻ 7 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തു. 7 ദിവസം കഴിഞ്ഞു ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടൊരു കറുപ്പ് കുത്തു പോലെ വന്നു. അതായിരുന്നു സംഭവിച്ച കാര്യം. എന്താന്ന് മനസ്സിലാവുന്നില്ല, ഒരു ചെറിയ ഡോട്ട് പോലെ വന്നു. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട്, അതായത് അതിലെ എക്സ്ട്രാക്ട്സ് മൊത്തം ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു. സ്മെല്ല് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു. നമ്മൾ എങ്ങനെയോ അത് അരിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഇത് തലയിൽ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നാലും നല്ല രീതിയിൽ അയച്ചത്. അപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ചേർന്നിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി, അവർ ഏകദേശം 1 മാസത്തോളം എടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്മെല്ലും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പുളിച്ചിട്ട്, അതായത് ഫെർമെൻ്റ് ആയിട്ട് എന്തായിരിക്കും ഇതിൻ്റെ ആ ഒരു സ്ഥിതി എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കി. അപ്പോൾ അവരൊക്കെ സമ്മതിക്കണം, കാര്യം ആ സ്മെല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്. പിന്നെ അത് മാത്രമല്ല, അവിടെയുള്ള ക്ലൈമറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മുടേത്. പിന്നെ അവിടെ ജെനറ്റിക്സും ഒരു വലിയൊരു ഫാക്ടർ തന്നെ ആയിരിക്കും ഈ ഒരു കാര്യത്തിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലൊരു ധാരണയുണ്ട്. എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് യൂസ് ചെയ്തു. അത് സെയിം മെത്തേഡ് പോലെ തന്നെ ഞാൻ ആദ്യം കുറച്ച് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു. നമ്മൾ ഈ ഒരു മിക്സ് ഒരു 15 മിനിറ്റ് നേരം മുടിയിൽ പിടിപ്പിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ അത് യൂസ് ചെയ്തു. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ സ്മെല്ല് കടിച്ച് പിടിച്ചിട്ടാണ് യൂസ് ചെയ്തത്. അത്രത്തോളം ഒരു ബാഡ് സ്മെൽ തന്നെ ആയിരുന്നു ഇതിന്. പിന്നെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് മാക്സിമം വെച്ചു. എന്നിട്ട് അത് ഞാൻ വാഷ് ഔട്ട് ചെയ്തു. നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്തു. വാഷ് ഔട്ട് ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ സ്മെല്ല് മുടിയിൽ നിന്ന് ഒട്ടും പോകുന്നില്ല. നല്ല സ്മെൽ തന്നെ ആയിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരി കഴുകിയ വെള്ളത്തിൽ ഞാൻ കുറച്ച് പ്രിക്വേഷൻസ് ഒക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കഴുകിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അല്ലാത്ത പക്ഷെ എൻ്റെ മുടിക്ക് ഡാമേജ് ആയിരുന്നു എനിക്കറിയാം. പക്ഷെ ഈ ഒരു സ്മെല്ല് വന്നതോടുകൂടി മുടി നന്നായിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ സ്റ്റിക്കി ആയിട്ട് കളിക്കാന്ന് അറിയില്ലേ, അതുപോലെ ഇങ്ങനെ കളിക്കാം. പിന്നെ മുടി ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഓരോ ഇഴയും ഇതുപോലെ ഇങ്ങനെ വിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ മുടിയും ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഇത് നന്നായിട്ട് ഇങ്ങനെ കൂടി പിടിച്ച് കിടക്കാം. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്താ സംഭവം, മനസ്സിലാവുന്നില്ലല്ലോ കാര്യം എന്താന്ന്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു എന്തിനാണ് ചെയ്യാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വിചാരിച്ചിട്ട് എനിക്ക് ഹെയർ ഫോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹെയർ ഫോളൊക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിരുന്നു. നമുക്ക് ഒട്ടും ഹെയർ ഫോൾ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ഹെയർ ലെങ്ത്തിൻ്റെ കാര്യം വല്ലാതെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, നമുക്ക് അത്ര തന്നെ ആയിരുന്നു. പക്ഷെ ഹെയർ ഫോളിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്തിരുന്നു.
നമ്മളിപ്പോൾ ഡീടാംഗ്ലിങ് ചെയ്യുമ്പോൾ 1-2 മുടി കൊഴിഞ്ഞിരുന്നെങ്കിൽ ആ മുടി പോലും കൊഴിഞ്ഞിട്ടില്ല, ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ മുടിയുടെ ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലും അതൊന്നും ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, നമ്മൾ ഫിലിമിലൊരു ഡയലോഗില്ലേ, അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം മതി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം ഹെയർ ഫോൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും മുടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, നമുക്ക് ഒരു പേഴ്സണലായിട്ട് ഇഷ്ടം തോന്നാത്ത രീതിയിലാണ് എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു റിസൾട്ട്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാനിത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നുമില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ റൈസ് വാട്ടർ, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ബാക്കി ടിപ്സ് തന്നെയാണ്. കഞ്ഞിവെള്ളം ആണ് എവർ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. കാര്യം എല്ലാം കൊണ്ടും, സ്മെല്ലാണെങ്കിലും ഒരു ദിവസം പുളിച്ചു എന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ സ്മെല്ലൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ല് മാത്രമേ ഉള്ളൂ. കാര്യം അത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഒരു പണിയുമില്ല, ഒട്ടും ടൈം ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കംഫർട്ട് ലെവലിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ കഞ്ഞിവെള്ളമാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിലെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ. നിങ്ങൾ ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം ഇഷ്യൂസ് തന്നെ ആയിരിക്കും വരിക. മുടി ഒട്ടി പിടിക്കുക, മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഹെയർ ഫോൾ ഒരു പക്ഷെ കുറഞ്ഞു എന്ന് വരും. അത് വിചാരിച്ചിട്ട് മുടി ഒട്ടും നന്നല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാത്തത്. കാര്യം അവരുടെ ക്ലൈമറ്റ് അവിടെ വേറെയാണ് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചറും ചേഞ്ച് ആവും. ഒരുപക്ഷെ അവർക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കില്ല. കാര്യം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അവരുടെ മുടി നല്ല ലെങ്തി ഹെയർ ആണ്, പക്ഷെ തിക്നെസ് ഇല്ല. ഒരുപക്ഷെ ഇതായിരിക്കും കാര്യം, മുടി ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. എനിക്കിത് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതായിരിക്കും. അങ്ങനെ മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതായിരിക്കും ഒരു റീസൺ. അല്ലാത്ത പക്ഷം അവർക്ക് ഒരു മുടി പോലും കൊഴിയുന്നുണ്ടാവില്ല. മുടി കൊഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് മുടി നീളം വെക്കാൻ ഹെൽപ്പ് ചെയ്യും, അതായിരിക്കും ഒരു കാര്യം. പിന്നെ അവർ യൂസ് ചെയ്യുന്ന വെള്ളം അത്രയും പ്യുവർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. ക്ലോറിൻ ഒന്നും ചേർക്കാത്ത വെള്ളമാണല്ലോ നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ അങ്ങനെ ഒരു റിവറിൽ നിന്നാണ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടും അത് വലിയൊരു ഫാക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യണ്ട. പിന്നെ ഇത് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു നല്ല അനുഭവം എന്ന് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ മുടി കൊഴിയാതിരുന്നു, ഹെയർ ഫോൾ ഒന്നും ഒട്ടില്ല. ഒരു ചീത്ത അനുഭവം എന്ന് പറഞ്ഞത്, അതുവരെ എൻ്റെ മുടിക്കുണ്ടായിരുന്ന ആ ടെക്സ്ചർ അല്ലായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാനൊക്കെ മാറ്റിയെടുത്തു. ഞാൻ എൻ്റെ മുടി പഴയതുപോലെ തന്നെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനൊരു വേറെ വീഡിയോയിൽ ചെയ്യാം. ഇതിൽ പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. കാര്യം ഞാനൊരു റൈസ് വാട്ടർ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ ഷെയർ ചെയ്ത ആ ഒരു വീഡിയോ അല്ല, നമ്മൾ റൈസ് വാട്ടർ വെച്ചിട്ട് വേറൊരു രീതിയിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ഇത്. മുടിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരുന്നു, എൻ്റെ പഴയ മുടി പോലെ തന്നെ ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ജെന്യുവൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരാനുള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ക്ലിയർ ആയി, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. കാര്യം നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ എൻ്റെ ടോക്ക് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാവേ. ബൈ.